ഹബക്കൂക്കിന്റെ പ്രവചനത്തിലേക്ക് കടക്കുകയാണ്. ഹബക്കൂക്ക് പ്രവചനം 1-ാം അധ്യായത്തിന്റെ 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ പാസ്റ്റർ ജോൺ ഡാനിയൽ വായിക്കുകയാണ്. ഈ സമയത്ത് നിങ്ങൾ ബൈബിൾ നിവർത്തി നിങ്ങളോട് ചേർന്ന് വായിക്കുമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. ഹബക്കൂക്ക് പ്രവചനം 1-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ കർത്തൃദാസൻ വായിക്കുമ്പോൾ ചേർന്ന് വായിച്ചാട്ടെ. ഹബക്കൂക്ക് പ്രവാചകൻ ദർശിച്ച പ്രവാചകം. യഹോവയെ എത്രത്തോളം ഞാൻ അയ്യം വിളിക്കുകയും നീ കേൾക്കാതിരിക്കുകയും ചെയ്യും. സാഹസ നിമിത്തം ഞാൻ എത്രത്തോളം നിന്നോട് നിലവിളിക്കുകയും നീ രക്ഷിക്കാതിരിക്കുകയും ചെയ്യും. നീ എന്നെ നീതികേട് കാണുമാറാക്കുന്നതും പീഡനം വെറുതെ നോക്കുന്നതും എന്തിന്? കവർച്ചയും സാഹസവും എൻ്റെ മുമ്പിലുണ്ട്. കലഹം നടക്കുന്നു, ശണ്ട ഉളവായി വരും. അതുകൊണ്ട് ന്യായപ്രമാണം അയഞ്ഞിരിക്കുന്നു, ന്യായം ഒരു നാളും വെളിപ്പെട്ടു വരുന്നതുമില്ല. ദുഷ്ടനീതിമാനെ വളഞ്ഞിരിക്കുന്നു, അതുകൊണ്ട് ന്യായം വക്രതയായി വെളിപ്പെട്ടു വരുന്നു. ജാതികളുടെ ഇടയിൽ ദൃഷ്ടി വെച്ച് നോക്കുവീൻ, ആശ്ചര്യപ്പെട്ട് വിസ്മയിപ്പീൻ. ഞാൻ നിങ്ങളുടെ കാലത്ത് ഒരു പ്രവൃത്തി ചെയ്യും, അത് വിവരിച്ച് കേട്ടാൽ നിങ്ങൾ വിശ്വസിക്കുകയില്ല. ഞാൻ ഉഗ്രതയും വേഗതയുമുള്ള ജാതിയായ കൽദയരെ ഉണർത്തും. അവർ തങ്ങളുടേതല്ലാത്ത വാസസ്ഥലങ്ങളെ കൈവശമാക്കേണ്ടതിന് ഭൂമണ്ഡലത്തിൽ നീളെ സഞ്ചരിക്കുന്നു. അവർ ഘോരവും ഭയങ്കരവും ആയുള്ളവർ. അവരുടെ ന്യായവും ശ്രേഷ്ഠതയും അവരിൽ നിന്ന് തന്നെ പുറപ്പെടുന്നു. അവരുടെ കുതിരകൾ പുലിയേക്കാൾ വേഗതയും വൈകുന്നേരത്തെ ചെന്നായ്ക്കളേക്കാൾ ഉഗ്രതയുമുള്ളവ. അവരുടെ കുതിരച്ചേവകർ ഗർവിച്ചോടിക്കുന്നു. അവരുടെ കുതിരച്ചേവകർ ദൂരത്തു നിന്ന് വരുന്നു. തിന്നുവാൻ ബന്ധപ്പെടുന്ന കഴുകനെ പോലെ അവർ പറന്ന് വരുന്നു. അവർ ഏവരും സംഹാരത്തിനായി വരുന്നു. അവരുടെ മുഖം മുമ്പോട്ട് ബന്ധപ്പെടുന്നു. അവർ മണൽ പോലെ ബദ്ധന്മാരെ പിടിച്ചു ചേർക്കുന്നു. അവർ രാജാക്കന്മാരെ പരിഹസിക്കുന്നു. പ്രഭുക്കന്മാർ അവർക്ക് ഹാസ്യമായിരിക്കുന്നു. അവർ ഏത് കോട്ടയും കുറിച്ച് ചിരിക്കുന്നു. അവർ മണ്ണ് കുന്നിച്ച് അതിനെ പിടിക്കും. അന്ന് അവർ കാറ്റുപോലെ അടിച്ച് കടന്ന് അതിക്രമിച്ച് കുറ്റക്കാരനായി തീരുന്നു. സ്വന്തം ശക്തിയല്ലോ അവന് ദൈവം. ദൈവത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നല്ല ദിവസം നമ്മൾ ഒരുമിച്ച് ഈ പുതിയ പ്രവാചക പുസ്തകം, ചെറിയ പ്രവാചകന്മാരുടെ ഗണത്തിൽ 8-ാമത്തെ പ്രവചന പുസ്തകമാണ് ഹബക്കൂക്കിൻ്റെ പ്രവചനം. ഈ പ്രവാചകന്മാരെല്ലാം ഇസ്രായേൽ അഥവാ യഹൂദ ചെയ്തു കൂട്ടുന്ന പാപങ്ങൾക്ക് എതിരെ അവരെ ബോധവൽക്കരിക്കാൻ, അവർക്ക് വരാനിരിക്കുന്ന ദൈവിക ശിക്ഷാ നടപടികളെക്കുറിച്ച് പറഞ്ഞവരെ മനസ്സിലാക്കാനും വേണ്ടി ദൈവം ഉപയോഗിക്കുന്ന കർത്താവിൻ്റെ കയ്യിലെ ഉപകരണങ്ങളാണ് വാസ്തവത്തിൽ ഈ പ്രവാചകന്മാരായി വേദപുസ്തകത്തിൽ കാണുന്നതല്ല. ഹബക്കൂക്ക് പ്രവചനത്തിന് മറ്റ് ചെറിയ പ്രവാചകന്മാരുടെ പുസ്തകങ്ങളിൽ നിന്നും പല വ്യത്യാസങ്ങളുണ്ട്. ഒരു വ്യത്യാസം പറഞ്ഞ് നമുക്ക് ഈ വായിച്ച വാക്യത്തിൽ ചില കാര്യങ്ങൾ ചിന്തിക്കുന്നതായിരിക്കും യുക്തി എന്ന് മനസ്സിൽ തോന്നുകയാണ്. യഹൂദ പാപം ചെയ്ത് ഈ മരുന്നേക്കാത്ത ശരീരം എന്ന് പറഞ്ഞ പോലെ ജോൺ ഡാനിയൽ പാസ്റ്റർ കുറെ കഴിവ് പിന്നെ മരുന്നേക്കുകയില്ല. അതുപോലെ ആയിപ്പോയി ഈ ഹബക്കൂക്ക് പ്രവാചകൻ. എൻ്റെ കാലം എത്തുമ്പോഴേക്കും എത്ര ശാസിച്ചാലും എത്ര ഉപദേശിച്ചാലും മനം തിരിയാത്തൊരവസ്ഥയിലേക്ക് ദൈവത്തിൻ്റെ ജനമെന്നറിയപ്പെടുന്ന യഹൂദ മാറ്റപ്പെട്ടിരിക്കുകയാണ്. ഇസ്രായേലാണ് സ്വാഭാവികമായിട്ട് അധികം ദൈവത്തിൻ്റെ കൈവിട്ടു പോയ 2 രാജ്യമായിട്ട് യഹൂദ ഇസ്രായേലും അറിയാലോ. ഒരല്പമെങ്കിലും പ്രതീക്ഷ യഹൂദയെക്കുറിച്ച് ദൈവത്തിനുണ്ടായിരുന്നു. ഇപ്പോൾ അതുകൂടെ ഇവർക്ക് ദൈവത്തിന് നഷ്ടപ്പെടുന്നൊരു സ്ഥിതിയിലേക്ക് എത്തുകയാണ്. ആ സാഹചര്യത്തിൽ സാധാരണ നമ്മൾ പ്രവാചകന്മാരുടെ പുസ്തകത്തിനകത്തെല്ലാം, കൊച്ചു പ്രവാചകന്മാരുടെ പുസ്തകത്തിലെല്ലാം കഴിഞ്ഞ പുസ്തകങ്ങൾ വരെ നമ്മൾ കണ്ടത് ദൈവം ഈ പ്രവാചകനിലൂടെ മുന്നറിയിപ്പുകൾ കൊടുക്കുകയായിരുന്നു. പക്ഷെ ഈ പ്രവചനത്തിൻ്റെ പ്രത്യേകത, ഈ പ്രവാചകൻ ദൈവത്തോട് സംഭാഷിക്കുക. ദൈവവും പ്രവാചകനും തമ്മിലുള്ളൊരു സംഭാഷണ രീതിയാണ് ഈ പ്രവചനത്തിൻ്റെ പ്രവാചക ശൈലി എന്ന് പറയുന്നത്. അതൊരു ശ്രദ്ധേയമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത അത് തന്നെയാണ്. ഇനി പിന്നെ നമ്മളൊരു പുസ്തകം എഴുതുന്ന പോലെ പ്രത്യേകതകൾ പറഞ്ഞു നിൽക്കാൻ ആ രാവിലത്തെ സമയം നമുക്ക് നേരമില്ലല്ലോ. അപ്പോൾ ആ ഒരു പ്രത്യേകത നിങ്ങളുടെ മനസ്സിനകത്ത് കാണുന്നതായിരിക്കും നല്ലത്. ഒത്തിരി കാര്യങ്ങൾ ചെയ്തു എന്നിട്ട് മനം തഴമ്പിച്ചു പോയ ആളുകൾ എന്ന് പറയുന്നത് പോലെ അങ്ങ് ആഘോഷമായി ജീവിക്കുകയാണ്. ദൈവത്തെ മറന്നിട്ടും ദൈവം കൊടുത്ത പ്രമാണങ്ങൾ ഉപേക്ഷിച്ചിട്ടും അങ്ങനെ ഇവർ ജീവിക്കുന്നു. പറയത്തക്ക രീതിയിൽ അവർക്കും വലിയ പ്രശ്നമൊന്നുമില്ല, അങ്ങനെ അങ്ങ് പോയിക്കൊണ്ടിരിക്കുക. ഈ സാഹചര്യത്തിൽ ഇവിടെ ദൈവം പ്രവാചകനിലൂടെ ജനത്തോട് പറയുന്നതിന് പകരം പ്രവാചകൻ ദൈവത്തോട് ചോദിക്കുന്ന ഒരു രീതിയാണ് ഇവിടെ അവലംബിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ പ്രവാചക പുസ്തകത്തിലെ ആദ്യത്തെ കുറച്ച് വാക്യങ്ങളാണ് നമ്മൾ വായിച്ചത്. ആദ്യത്തെ വാക്യങ്ങൾ ഇങ്ങനെയാണ്: ഹബക്കൂക്ക് പ്രവാചകൻ ദർശിച്ച പ്രവാചകം. അദ്ദേഹം ഇതിനെ വീക്ഷിക്കുകയാണ്. എന്നിട്ട് യഹോവേ എത്രത്തോളം ഞാൻ അയ്യം വിളിക്കുകയും അങ്ങ് കേൾക്കാതിരിക്കുകയും ചെയ്യും. സാഹസ നിമിത്തം ഞാൻ എത്രത്തോളം അങ്ങയോട് നിലവിളിക്കുകയും അങ്ങ് രക്ഷിക്കാതിരിക്കുകയും ചെയ്യും. നീ എന്നെ നീതികേട് കാണുമാറാക്കുന്നതും പീഡനം വെറുതെ നോക്കുന്നതും എന്തിന്?
കവർച്ചയും സാഹസവും എൻ്റെ മുമ്പിലുണ്ട്. കലഹം നടക്കുന്നു, ശണ്ട ഉളവായി വരുന്നു. അതുകൊണ്ട് ന്യായപ്രമാണം അയഞ്ഞിരിക്കുന്നു, ന്യായം ഒരു നാളും വെളിപ്പെടുന്നതുമില്ല. അങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറയാം. അപ്പൊ ദൈവത്തിന്റെ സ്വന്തം ജനമായിരിക്കുന്ന യഹൂദന്റെ ഇടയിൽ നടക്കുന്ന ദുഷ്പ്രവണതകളാണ്. അപ്പോൾ ഒരല്പം നീതിയുള്ള ഒരു കൈത്തിരിവട്ടം പോലെ മനസ്സിനകത്ത് നിൽക്കുന്ന ഈ മനുഷ്യൻ ദൈവത്തോട് ചോദിക്കുന്നൊരു ചോദ്യമാണ്, എത്രത്തോളം കർത്താവ് ഇത് കണ്ടോണ്ടിരിക്കേണ്ട വരും, എത്രത്തോളം ഇതിങ്ങനെ തുടരും, എത്രത്തോളം ദൈവം ഇങ്ങനെ മിണ്ടാതിരിക്കും. ഇതൊക്കെ ചെയ്തിട്ടും കർത്താവ് ഇപ്പൊ കാണിച്ചു തരാം എന്ന് പറയല്ലാതെ ദൈവം ഒന്നും ചെയ്യുന്നില്ല. ഈ 7 പ്രവാചകന്മാരുടെ 7 മുൻകാല പ്രവാചകന്മാരല്ല, എഗസ്കേലും ഇരിമ്യാവും ഒക്കെ അടക്കമുള്ള ആളുകൾ മുഴുവൻ, ഇരിമ്യാ പ്രവചനമൊക്കെ മുഴുവൻ മുന്നറിയിപ്പുകളായിരുന്നല്ലോ. ഇതൊക്കെ പറഞ്ഞിട്ടും കാലങ്ങൾ പലത് പിന്നിട്ടിട്ടും പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ദൈവത്തിന്റെ ഭാഗത്തുനിന്ന് ഒരു നടപടി ഉണ്ടാകുന്നില്ല, ഇവരൊട്ടും നന്നാവുന്നുമില്ല. അപ്പൊ ഈ പ്രവാചകൻ ചോദിക്കുകയാണ്, ഇത് എത്രത്തോളം ഞങ്ങളെ പോലുള്ളവർ കണ്ടോണ്ടിരിക്കേണ്ടി വരും. വാസ്തവത്തിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ചോദ്യവും ഈ പ്രവാചകന്റെ മനസ്സും ഈ അത്യാധുനിക കാലഘട്ടത്തിൽ ഇന്നത്തെ കേരളത്തിന്റെ പശ്ചാത്തലത്തിൽ ചിലരൊക്കെ നെഞ്ചത്ത് കൈവച്ച് ചോദിക്കും, എൻ്റെ കർത്താവേ, ദൈവം ഇതൊന്നും കാണുന്നില്ലേ? നമ്മുടെ ഭാഷ അതായിരിക്കാം, ഇതൊന്നും ദൈവം കാണുന്നില്ലേ? ഇത് കർത്താവ് ഇതൊന്നും നമ്മുടെ ഈ പുറത്തിപ്പോ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കേരളത്തിൽ നടക്കുന്നത് ദാരുണമായ പ്രശ്നങ്ങളാണ് ഈ പിള്ളേരുടെ ഇടയിലൊക്കെ നടക്കുന്നത്. അതിപ്പോ ഇന്നലത്തെ മിക്കവാറും സഭയിലെ പ്രസംഗം മുഴുവൻ എല്ലാ സഭയിലും അത് തന്നെയായിരുന്നു എനിക്ക് തോന്നുന്നല്ലേ. എല്ലാ ഭാഷ തന്നെയാണ്, എല്ലാ പാസ്റ്റർമാരും എല്ലാ സഭക്കാരും അത് തന്നെയാണ് പ്രസംഗിക്കുന്നത്. നമുക്കത് പ്രസംഗിക്കാനല്ലല്ലോ ദൈവം നമ്മളെ നിർത്തിയിരിക്കുന്നത്. അപ്പൊ അത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കഥയില്ല. പൊതുവിൽ നമ്മുടെ ഇപ്പോഴത്തെ കാലഘട്ടത്തിനകത്ത് നടക്കുന്നത്, സഭകൾക്കകത്ത് നടക്കുന്നത്, അത് പോട്ടെ, കഞ്ചാവടിച്ചും കള്ളടിച്ചും നടക്കുന്നവൻ പോട്ടെ, ഈ ദൈവത്തിന്റെ ആളുകൾ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആളുകൾ തന്നെ ദൈവത്തിന്റെ സഭയ്ക്കകത്ത് നടത്തിവെക്കുന്ന കാര്യങ്ങൾ, ഇതിനകത്ത് വൃണിതഹൃദയരായി ചിലരെങ്കിലും ഹബക്കൂക്കിനെ പോലെ ചോദിക്കുന്നുണ്ടായിരിക്കല്ലേ, എൻ്റെ ദൈവമേ, ഇവരൊക്കെ ഇതിനകത്ത് കിടന്നിങ്ങനെ വിളഞ്ഞിട്ടും ദൈവം കാണുന്നില്ലേ എന്ന് ഇത്രയും സ്പഷ്ടമായ രീതിയിൽ ദൈവസഭയ്ക്കും ദൈവത്തിൻ്റെ കാര്യങ്ങൾക്കെതിരെ പ്രവർത്തിച്ചിട്ടും ദൈവമേ ഇതിങ്ങനെ തുടരാൻ അനുവദിക്കുകയാണോ എന്ന് ചോദിക്കുന്ന ആളുകൾ ഒരു പക്ഷേ ഇന്നും നമ്മുടെ ഇടയിൽ ഇന്നും കണ്ടേക്കാം. ഒരുപാട് കാര്യങ്ങൾ നമുക്ക്, ഇത് 3 അധ്യായങ്ങൾ മാത്രമുള്ളൊരു ചെറിയ പ്രവചന ഗ്രന്ഥമാണ്. അതിനകത്ത് പരിമിതികൾ കൊണ്ട് നമുക്ക് അല്പാൽപമായി ചിന്തിക്കാം. എന്നാൽ ഇന്ന് ഈ ഒരു വാക്കുണ്ടല്ലോ, എത്രത്തോളം എന്ന വാക്ക്, പക്ഷെ 74-ാം സങ്കീർത്തനത്തിലൊരു വാക്യമുണ്ട്. ഇസ്രായേലിന്റെ ഒരു കാലഘട്ടത്തിൽ വന്ന ഒരു അധപതനത്തെ കുറിച്ച് ആ സങ്കീർത്തനം എഴുതി. 74:9 ഒന്ന് വായിക്കണേ സങ്കീർത്തനം. അവിടെ പറയുന്നൊരു വാക്കുണ്ട്, അവരുടെ ആ സങ്കീർത്തന എഴുത്തുകാരൻ ഒരു വിലപിക്കുന്ന ഒരു വാക്കാണ് 74:9. ഞങ്ങളുടെ അടയാളങ്ങളെ കാണുന്നില്ല. അടുത്ത വാചകം, യാതൊരു പ്രവാചകനും ശേഷിച്ചിട്ടില്ല. അടുത്ത വാചകം, ഇത് എത്രത്തോളം എന്നറിയുന്നതിന് ആരും ഞങ്ങളുടെ ഇടയില്ല. അപ്പൊ ഈ അധപതനത്തിന്റെ ലക്ഷണങ്ങളിൽ ഒന്നാണ് ഈ ലാസ്റ്റ് കൈ അങ്ങ് തീരാൻ പോകുമ്പോഴാണ്. കാരണം ഇത് എത്രത്തോളം എന്ന് അന്വേഷിക്കാൻ, ചോദിക്കാൻ ഒരുത്തനും ഞങ്ങളുടെ ഇടയിലില്ല എന്നൊരു കാലഘട്ടം ഇസ്രായേലിൽ ഉണ്ടായിരുന്ന കാര്യമാണ് ഈ സങ്കീർത്തനക്കാരൻ എഴുതിയിരിക്കുന്നത്. ആ വാക്കൊരു പൊതുവാക്കല്ലേ, ഞങ്ങളുടെ ഇടയിൽ എന്ന് പറഞ്ഞാൽ ഇസ്രായേലിന്റെ ദൈവജനത്തിന്റെ ഇടയിൽ എന്തില്ല, ദൈവമേ എത്രത്തോളം ഇത്രയും നീണ്ടു നിൽക്കുമെന്നറിയാൻ ആരും ഞങ്ങളുടെ ഇടയിലില്ല. എല്ലാവരും ഇങ്ങനെ ഒഴുക്കത്തെ തോണി പോലെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ജീവിതത്തിൻ്റെ തിരക്ക്, പിള്ളേരെ വളർത്താനുള്ള ധൃതി, പിന്നെ സമ്പത്തുണ്ടാക്കാനുള്ള ഓട്ടം, ഇതിനിടയിൽ ഈ കാണുന്ന അനീതിക്കെതിരെ ഒരാളും ഞങ്ങളുടെ ഇടയിലില്ല. മുട്ടയിലിരുന്നുകൊണ്ട് ചുമ്മാ അവിടെ ഇവിടെയും ചായക്കടയിൽ ഇരുന്നുകൊണ്ട് പറയാനും വാട്സാപ്പിൽ കൂടെ കളിക്കാനും ആൾക്കാർ കാണും. പക്ഷെ ദൈവസന്നിധിയിൽ ഇരുന്നുകൊണ്ട്, എൻ്റെ ദൈവമേ, ഇത് ഞങ്ങളുടെ വീട്ടിൽ തുടങ്ങിയിട്ട് കാലം എത്രയായി ദൈവമേ, ഇത് എത്രത്തോളം ഞങ്ങൾ സഹിക്കേണ്ടി വരും കർത്താവേ, ഞങ്ങൾ ഇതുപോലെ ഉപദ്രവിക്കപ്പെടുന്ന എത്ര കാലമായി ദൈവമേ എന്ന് ചോദിക്കാൻ ആരുമില്ല. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ദൈവസന്നിധിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നതല്ല വിഷയം. ഞാൻ ആദ്യം പറഞ്ഞത് ഒന്നോടെ ആവർത്തിക്കുകയാണ്. ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണല്ലോ ഇതിങ്ങനെ ചുമ്മാ കട്ട് ചെയ്തെടുക്കുക, അതിങ്ങനെ നാട്ടുകാർക്ക് മുഴുവൻ അയച്ചു കൊടുക്കുക, അങ്ങനെ ഒരു രീതിയാണ് നമ്മളിൽ പലരും തുടരുന്നത്. പക്ഷെ ദൈവസന്നിധിയിൽ ഇരുന്നുകൊണ്ട് കർത്താവിനോട്, ദൈവമേ അങ്ങ് വരാറായില്ലേ, ഇത് തീരാറായില്ലേ, ഇതിങ്ങനെ പോയാൽ എത്ര കാലത്തേക്കാ, നീതി നഷ്ടപ്പെടുന്നു, ന്യായം കെട്ടുപോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിൽ ഇരുന്ന് വിലപിക്കാൻ എല്ലാ കാലത്തും
ചിലരെ ദൈവം എഴുന്നേൽപ്പിച്ചിട്ടുണ്ടാവും. പക്ഷെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ വായിച്ച സങ്കീർത്തനത്തിനകത്ത് എത്രത്തോളം എന്ന് ചോദിക്കാൻ ആരുമില്ല. 13-ാം സങ്കീർത്തനം എഴുതിയ ഭക്തനായിരിക്കുന്ന മനുഷ്യൻ ഇതേ ചോദ്യം ചോദിക്കുന്നുണ്ട്. പാസ്റ്ററെ, 13-ാമത്തെ സങ്കീർത്തനത്തിന്റെ 1-2 ചോദിച്ചേ, ഒന്ന് വായിച്ചേ. എത്രത്തോളം നീ എന്നെ മറന്നുകൊണ്ടിരിക്കും. 13-ാം സങ്കീർത്തനത്തിൽ അദ്ദേഹം ചോദിക്കുക എത്രത്തോളം എന്ന വാക്കാണ്. എത്രത്തോളം അങ്ങനെ മറന്നുകൊണ്ടിരിക്കും. നീ എത്രത്തോളം നിന്റെ മുഖത്തെ, എത്രത്തോളം അങ്ങയുടെ മുഖത്തെ ഞാൻ കാണാതെ വണ്ണം മറയ്ക്കും. എത്രത്തോളം ഞാൻ എന്റെ ഉള്ളിൽ വിചാരം പിടിച്ച് എന്റെ ഹൃദയത്തിൽ ദിവസം പ്രതി ദുഃഖം അനുഭവിക്കേണ്ടി വരും. എത്രത്തോളം എന്റെ ശത്രു എന്റെ മേൽ ഉയർന്നിരിക്കും. എത്ര പ്രാവശ്യം നോക്കി. അപ്പൊ ദൈവത്തോട് ചോദിക്കുകയാണ്. ഒരൊറ്റ വാചകമാണ് അല്ലേ. കൂടുതൽ കഥയൊന്നുമില്ല, കൂടുതൽ വിശദീകരണമില്ല, കൂടുതൽ വലിയ വാചകങ്ങളില്ല. നെഞ്ചത്ത് കൈവച്ച് നെഞ്ചുരുകിക്കൊണ്ട് ചോദിക്കുകയാണ്, ഞാൻ ഈ സഹിക്കാൻ. ദാവീദ് രാജാവിന്റെ സങ്കീർത്തനമാണ് 13-ാം സങ്കീർത്തനം. സങ്കീർത്തനത്തിനകത്ത് അദ്ദേഹം ഭയങ്കരമായ വിഷമത്തിലൂടെ കടന്നു പോവുകയാണ്. നിങ്ങൾക്കറിയാലോ, അദ്ദേഹത്തിന് സഖി കെട്ടു, വീട്ടിലേക്ക് വരാൻ പറ്റുമോ, വീട്ടിൽ കിടന്ന് ഉറങ്ങാൻ പറ്റുമോ, ഒരു നേരമെങ്കിലും ഒരു നല്ല ആഹാരം കഴിക്കാൻ 13 കൊല്ലത്തോളമാണ് കഷ്ടപ്പെട്ടത്. ആ സമയത്ത് ഒരു ദിവസം അദ്ദേഹം ദൈവത്തോട് ചോദിക്കുകയാണ്, എത്രത്തോളം ഞാനിങ്ങനെ സഹിക്കേണ്ടി വരും കർത്താവ്. ഇതൊരു ശോധനയുടെ കാലമാണ്, ഇതൊരു വേദനയുടെ കാലം. എന്താണെങ്കിലും ഞാനൊരു കാര്യം പറയാം പ്രിയപ്പെട്ടവരെ, നീണ്ടു പറയാൻ സാവകാശമില്ല. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാൻ ഇത്രത്തോളം നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് പറയാം. ഒരു വീട്ടിൽ ഒരാളെങ്കിലും സഹിക്കുന്ന വേദനകൾക്ക് ദൈവത്തോട് എത്രത്തോളം അപ്പാ ഇനി ഞങ്ങൾ ഒത്തിരി സഹിക്കേണ്ടി വരുമോ എന്ന് ചോദിക്കാൻ ആരെങ്കിലും ഉള്ളത് നല്ലതാണ്. സ്വതന്ത്രം വരുന്നോടത്ത് വെച്ച് കാണാമെന്ന് പറയുന്നത് ഒരു സാധാരണ ഒരു മനുഷ്യൻ്റെ മനോഭാവമാണ്. എന്നാൽ എത്രത്തോളം എന്ന് ചോദിക്കുന്നത് ഒരു വേദനപ്പെടുന്ന ഭക്തൻ്റെ ഉള്ളുരുകിയ കാര്യം. ഒരു സഭയ്ക്കകത്ത് കുറേ നാളായി രാഷ്ട്രീയ പ്രശ്നങ്ങൾ, കലാപങ്ങൾ, പക്ഷം പിടുത്തം, ഓരോ യോഗങ്ങൾ കഴിയുന്തോറും അതും ഇതുമൊക്കെ ആയിട്ടങ്ങ് അറിയാലോ. ഇതിൻ്റെ ഇടയിൽ കിടന്നുകൊണ്ട് 2 ഗ്രൂപ്പോ 4 ഗ്രൂപ്പോ ഉണ്ടെങ്കിൽ അതിൽ പക്ഷം പിടിച്ച് നിൽക്കുന്ന ഒരാളായിരിക്കരുത് നിങ്ങൾ. നിങ്ങളുടെ കുടുംബത്തിനകത്ത് ഒരമ്മയാണ്, ആരുമാട്ടെ നിങ്ങൾ അതിൽ നിന്ന് കർത്താവിനോട് കുറ്റം പറയാനും നിൽക്കരുത്. അതൊന്നും വലിയ കാര്യമൊന്നുമില്ല. അവിടെ എവിടെയും പറഞ്ഞിട്ടും കഥയില്ല. ദൈവസന്നിധിയിൽ ഇരുന്നുകൊണ്ട്, ദൈവമേ, ഞങ്ങളുടെ പിതാക്കന്മാരൊക്കെ എത്ര നന്മ അനുഭവിച്ചൊരു കൂട്ടായ്മയാണിത്, എത്ര പേർ സൗഖ്യമായി പോയ ദൈവത്തിൻ്റെ ഒരു വലിയ ഒരു അരമനയാണ് ദൈവത്തിൻ്റെ സഭ. ഇന്ന് അതിനകത്ത് നടക്കുന്നത് എന്താ കർത്താവ്? ഇത് എത്രത്തോളം ഇങ്ങനെ തുടരും കർത്താവേ എന്ന് ചോദിക്കാൻ. ഇസ്രായേലിൽ അങ്ങനെ ഒരു സ്ഥിതിക്ക് ആളുകളില്ലാത്ത കാലം ഉണ്ടായിരുന്നു. പക്ഷെ ഹബക്കൂക്ക് പ്രവാചകന്റെ കാലഘട്ടത്തിൽ സർവശക്തനായ ദൈവത്തോട് ഈ പ്രവാചകൻ ചോദിക്കാൻ തുടങ്ങി, എത്രത്തോളം. പ്രിയപ്പെട്ടവരെ, എത്രത്തോളം എന്ന് ഒരു പ്രവാചകൻ ചോദിക്കുന്ന സമയത്ത് ദൈവം അതിന് മറുപടി കൊടുക്കുന്നതാണ് 11-ാം വാക്യം വരെയുള്ള ഭാഗത്തിൻ്റെ ഒരു ഉള്ളടക്കം എന്ന് പറയുന്നത്. 11-ാം വാക്യം വരെയുള്ള ഭാഗത്ത് ദൈവം പറയുന്നുണ്ട്. അതുകൊണ്ട് അതിനേക്കാൾ മുമ്പ് ഞാൻ അത് പറഞ്ഞിട്ടൊരു വാക്കോടെ ചേർത്ത് വെച്ച് നമുക്ക് മുട്ടുകുത്തുകയും ചെയ്യാം കേട്ടോ. അവിടെ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, ഏകദേശം 6-ാമത്തെ വാക്യത്തിലേക്ക് 5-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോഴത്തേക്കും, ജാതികളുടെ ഇടയിൽ ദൃഷ്ടി വെച്ച് നോക്കുവീൻ, ആശ്ചര്യപ്പെട്ട് വിസ്മയിപ്പിൻ, ഞാൻ നിങ്ങളുടെ കാലത്ത് ഒരു പ്രവൃത്തി ചെയ്യും, അത് വിവരിച്ച് കേട്ടാൽ നിങ്ങൾ വിശ്വസിക്കുകയില്ല. ഞാൻ ഉഗ്രതയും വേഗതയുമുള്ള ജാതിയായി കൽദയരെ ഉണർത്തും. അപ്പൊ ദൈവം പറയുന്നത് ഇതാണ്. എന്താ പറയുന്നത്? ഈ പ്രവാചകൻ ചോദിക്കുന്നു, എത്രത്തോളം ഇങ്ങനെ വ്യാധി പിടിച്ച് ഇങ്ങനെ നീതി കിട്ടാത്ത നിലവാരത്തിനകത്ത് ഇതിനകത്ത് ഇങ്ങനെ കുത്തിത്തിരിപ്പും പ്രശ്നമായിട്ട് നടക്കേണ്ടി വരും എന്ന് പറഞ്ഞപ്പോൾ ദൈവം മിണ്ടാതിരിക്കുകയല്ല. ദൈവത്തോട് എത്രത്തോളം എന്ന് ചോദിച്ചാൽ, നമ്മൾ 24-ാം സങ്കീർത്തനം ഒന്നോടെ ഓർത്തോളം കേട്ടോ. കാരണം ചോദിക്കാൻ ഒരാളുണ്ടെങ്കിൽ മിണ്ടാൻ ദൈവം തയ്യാറാണ്. നമുക്ക് ആവശ്യമില്ല. നമ്മുടെ വീട്ടിൽ ഇത്രത്തോളം ഞാൻ എപ്പോഴും പറയുന്നൊരു അത് നിങ്ങളോടുള്ള സ്നേഹത്തിൻ്റെ ഇതാണ്. നമ്മളോട് ആരെങ്കിലും പറഞ്ഞു തെറ്റിദ്ധാരണ, സാത്താൻ്റെ ഏറ്റവും വലിയ വിജയതന്ത്രമാണത്. നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുക. ആരെങ്കിലും ഒരാൾ വന്ന് നമ്മളോട് പറഞ്ഞു നമുക്കിങ്ങനെ അങ്ങനെയാ പറഞ്ഞു. ഇതൊക്കെ ശരിയായിരിക്കാം. പക്ഷെ നമ്മൾ ദൈവത്തോട് ചോദിക്കേണ്ടത് എത്രത്തോളം കർത്താവേ എന്ന് ചോദിക്കാൻ തയ്യാറായാൽ സ്വർഗ്ഗം അതിന് മറുപടി വരും. 5-ാമത്തെ വാക്യത്തിനകത്ത് മറുപടിയാണ്. 5 വാക്യം മുതൽ താഴേക്ക് മറുപടിയാണ്. 11-ാം വാക്യം വരെ എന്താ മറുപടി? ദൈവം ഈ കേസ് വിട്ടതൊന്നുമല്ല, ദൈവം മറന്നതുമല്ല, ദൈവം പോട്ടെന്ന് വെച്ചതുമല്ല. ദൈവം പറയുന്നു, ഞാൻ ഉഗ്രതയുള്ള ജാതിയായിരിക്കുന്ന കൽദയരെ ഉണർത്തും. ദൈവം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക. പിന്നെ ആരെയൊക്കെ ഓർത്ത് ദൈവമായ കർത്താവ് താമസിപ്പിക്കുന്നേ ഉള്ളൂ. അതിനോട് ബന്ധപ്പെട്ടാണ് ഈ പറയപ്പെട്ടിരിക്കുന്നത്. ഒരു വാക്കോടെ വായിച്ചിട്ട് നമുക്ക് മുട്ടുകുത്താം കേട്ടോ. അവിടെ 4-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. ഭാഷ 4-ാമത്തെ വാക്യം. അതുകൊണ്ട് ന്യായപ്രമാണം അയഞ്ഞിരിക്കുന്നു. മതി, അത് മാത്രം കിട്ടിയത്. ന്യായപ്രമാണം അയഞ്ഞിരിക്കുന്നു, ന്യായം ഒരു നാളും വെളിപ്പെട്ട് വരുന്നുമില്ല. ന്യായപ്രമാണം എന്ന് പറയുന്നത് നമ്മുടെ ഭാഷ പറഞ്ഞ ദൈവത്തിന്റെ വചനമാണ്. അപ്പൊ ഈ എന്താ പ്രശ്നം എന്നറിയാമോ? നമ്മൾ നമുക്ക് ബോധിച്ചതുപോലെ നമ്മുടെ ഇഷ്ടത്തിന് മുന്നോട്ട് പോകുമ്പോൾ ന്യായപ്രമാണം അഴിയുക, ദുർബലമാകുക എന്നൊക്കെയാണ് അതിനർത്ഥം.
വചനത്തിന് നമ്മുടെ വീട്ടിലൊരു സ്വാധീനമുണ്ട്, നമ്മുടെ ജീവിതത്തിലൊരു സ്വാധീനമുണ്ട്, നമ്മുടെ സമൂഹത്തിൽ സ്വാധീനമുണ്ട്. ബാക്കി എന്തിനേക്കാൾ വചനത്തിൻ്റെ കെട്ടുറപ്പ് എന്ന് പറയുന്നത് ഭയങ്കരമാണ് ദൈവം തന്നിരിക്കുന്നത്. അതാണ് വാസ്തവത്തിൽ നമ്മൾ വ്യത്യസ്തരാക്കുന്നത്. പക്ഷെ നമ്മൾ ദൈവവചനത്തിൻ്റെ പ്രമാണങ്ങളിൽ നിൽക്കാതെയാകുമ്പോൾ നമുക്ക് ബോധിച്ചതുപോലെ അവനവൻ ഇഷ്ടം പോലെ ദുഷ്ടത വകഞ്ഞു വെച്ച് കൂട്ടുമ്പോൾ നമ്മുടെ വീട്ടിൽ വചനം ആയി, നമ്മുടെ ജീവിതത്തിലായി. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ എന്നുള്ളത് ഒരു കമ്മിറ്റി കൂടി എഴുതിയ ഒരു സഭയുടെ മിനിസ്റ്റർ ബുക്കിനകത്ത് കിടക്കുന്ന സംഭവമല്ല, ദൈവം പറഞ്ഞ വചനമാണ്. ആ വചനം നമ്മുടെ ജീവിതത്തിൽ ബലപ്പെട്ട് ഫലിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ നീതിയിൽ നിൽക്കണം. ഇല്ലെങ്കിൽ ആ വചനം നമ്മുടെ മുമ്പിൽ അയഞ്ഞു കിടക്കും. അയഞ്ഞു കിടക്കുക എന്ന് പറഞ്ഞാൽ മനസ്സിലായി, അത് നമുക്ക് ഫലിക്കുകയല്ല, ദുർബലമായിരിക്കും. നമ്മൾ ചെയ്യേണ്ടതെല്ലാം ചെയ്ത് ദൈവത്തെ ഭക്തിയോടെ കണ്ട് ദൈവം പറയുന്ന പ്രമാണങ്ങൾ അനുസരിക്കുമ്പോൾ ഈ വചനം നമ്മുടെ ജീവിതത്തിനകത്ത് ബലപ്പെട്ടിരിക്കും. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല എന്ന് പറഞ്ഞത് ഒരു രാഷ്ട്രീയക്കാരനോ ഒരു രാഷ്ട്രത്തലവനല്ല, ദൈവമാണ് തൻ്റെ അടുക്കൽ വന്ന ആളുകളോട് പറഞ്ഞത്, എൻ്റെ പിന്നാലെ വരുന്ന നിങ്ങളെ ഞാൻ ഒരു നാളും കൈവിടുകയില്ല. അപ്പോൾ നമ്മൾ തിരിച്ചെന്ന് ചോദിക്കുക, ഞങ്ങളുടെ നാട്ടുകാർ റോട്ടിലിട്ട് തല്ലിയിട്ടും ഈ പറഞ്ഞത് എന്നാ നടക്കാത്ത എന്ന് ചോദിക്കുമ്പോൾ ഇത്രയുള്ള കഥ. നമ്മൾ ദൈവസന്നിധിയിൽ ദൈവം പറഞ്ഞ കാര്യങ്ങൾ വിശ്വസ്തയോടെ നിന്നെങ്കിലേ ഈ വാക്ക് നമ്മുടെ ജീവിതത്തിൽ ബലപ്പെടുകയുള്ളൂ. ഇല്ലെങ്കിൽ ഇത് നമ്മുടെ ജീവിതത്തിൽ അയഞ്ഞു പോകും. അയഞ്ഞാൽ കെട്ടഴിഞ്ഞു പോയാൽ നമ്മൾ ആകെപ്പാടെ പിന്നെ പിടിച്ച് നിൽക്കും. ഒരു തൂണ് ഈ പഴയ കാലത്ത് വീടൊക്കെ ആണിയും അല്ലെങ്കിൽ കോൺക്രീറ്റ് കൊണ്ടല്ല, ഈ മരങ്ങൾ കൂട്ടിക്കെട്ടി അല്ലെങ്കിൽ വലിയ ഉത്തരമൊക്കെ ഉണ്ടാക്കുന്ന അങ്ങനെ ആ കയറഴിഞ്ഞു പോയാൽ ആകെപ്പാടെ ആടി നിൽക്കും, പിന്നെ ഭയമായിരിക്കും. ഈ ദൈവത്തിൻ്റെ വചനം നമുക്ക് ബലപ്പെട്ടിരിക്കണമെങ്കിൽ ഈ വാക്ക് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്. ആളുകൾ ദുഷ്പ്രവൃത്തികൾ ആരംഭിച്ചു, അവനവനെ ബോധിച്ചോ. എന്താ സംഭവിച്ചേ? ന്യായപ്രമാണം അയഞ്ഞുപോയി. ന്യായപ്രമാണം അയഞ്ഞതുകൊണ്ടാണോ ഇവരിത് ചെയ്തേ? അങ്ങനെയല്ല എഴുതിയിരിക്കുന്നത്. ഇവരിത് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഈ വചനം ഫലിക്കാതെയായി, ഇതൊന്നും ഏക്കാതെയായി. നിങ്ങളെ സംരക്ഷിച്ചോടാം, നിങ്ങളെ തൊടുന്നവൻ എൻ്റെ കണ്ണിൻ്റെ കൃഷ്ണമണിയെ തൊടുന്നു, ഇതൊക്കെ ദൈവം പറഞ്ഞ വാക്കല്ലേ? ഇതൊന്നും ഇപ്പം ഏൽക്കുന്നില്ല. വീട്ടിൽ വന്ന ആൾ തല്ലിയിട്ടും ദൈവം മിണ്ടാതിരിക്കുന്നു. കാരണം എന്താ? ഈ വചനം അവർക്ക് ദുർബലമായി തീർന്നു, അവർക്ക് പ്രയോജനപ്പെടുന്നില്ല. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മൾ ദൈവത്തിൻ്റെ പക്ഷത്ത് വിശ്വസ്തയോടെ നിന്നാൽ ഇതിൽ പറയുന്ന സകല വചനവും നിന്റെ നട്ടലിനേക്കാൾ ബലത്തോടെ നിന്റെ കൂടെ നിൽക്കും. നമ്മൾ നമുക്ക് ബോധിച്ചതുപോലെ ജീവിക്കാൻ തുടങ്ങിയാൽ ഈ വാഗ്ദത്തങ്ങൾ നിങ്ങളുടെ ഭിത്തിയിൽ എഴുതി വെച്ചാലും തലവണയിൽ എംബ്രോയിഡറി ചെയ്ത് വെച്ചാലും ഒരു ഗുണമില്ല, വെറുതെ എഴുതി വെക്കാന്നുള്ളൂ. നമ്മളെ ഹൃദയത്തിനകത്ത് കടന്നാൽ ഇത് ബലപ്പെടണമെന്നുണ്ടെങ്കിൽ ഇതിന് പ്രകാരം ജീവിക്കണം. ഇനി നമുക്ക് മുട്ടുകുത്തി പ്രാർത്ഥിക്കാം. നമ്മുടെ കുഞ്ഞുങ്ങളിലാകട്ടെ, നമ്മളിലാകട്ടെ, നമ്മുടെ വീട്ടിലാകട്ടെ, ഒരിക്കലും ദൈവത്തിൻ്റെ വചനത്തെ ദുർബലമാക്കുന്ന അതിൻ്റെ ആ മുറുകപ്പിടുത്തത്തെ അയക്കുന്ന നമ്മളും വചനവുമായിട്ട് കൂട്ടിക്കെട്ടിയിട്ടുണ്ട്. ആ കെട്ടഴിഞ്ഞു പോകരുത്. ആ കെട്ടഴിഞ്ഞു പോയാൽ നമ്മളും വചനവും രണ്ടും രണ്ടായി സെപ്പറേറ്റ് ആവും. പിന്നെ നമ്മൾ ശേഷം മനുഷ്യരാവും. നമ്മുടെ വ്യത്യാസം, നമ്മുടെ പ്രത്യേകത, നമ്മളും വചനവുമായിട്ട് ബൈൻഡ് ചെയ്തിരിക്കുക. ഈ കെട്ടഴിഞ്ഞു പോയാൽ, ഇത് അയഞ്ഞു പോയാൽ പിന്നെ നമ്മൾ നാട്ടിലൊരുവനെ പോലെയുള്ളൂ, ഒരു പ്രയോജനമില്ല. അത് സംഭവിക്കരുത്. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം, എന്നെ നിന്റെ വചനവുമായിട്ട് കൂട്ടിക്കെട്ട് കർത്താവേ എന്ന്. നമുക്ക് ദൈവത്തോട് മുട്ടുകുത്താം, ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ മക്കളെ, നമ്മുടെ പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ നമ്മൾ ഈ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഒരു നിമിഷം വേണമെങ്കിൽ നമ്മുടെ നാട്ടിൽ, കേരളത്തിൽ നടക്കുന്ന അനർത്ഥങ്ങളെ ഒന്ന് മനസ്സിൽ കണ്ടേക്കുക. സ്തോത്രം. നമ്മുടെ പ്രായമുള്ള കുഞ്ഞുങ്ങളാണ് ഈ വരുത്തി വയ്ക്കുന്നത്, നമ്മുടെ കുഞ്ഞുങ്ങളുടെ പ്രായമുള്ള മക്കളാണ് ഈ വരുത്തി വയ്ക്കുന്ന എല്ലാം, 10ാം ക്ലാസ്സുകാരനും ഡിഗ്രിക്കാരനും എല്ലാം. എന്താ സംഭവിച്ചേ? അവനുമായിട്ട് ദൈവത്തിൻ്റെ വചനത്തിന് യാതൊരു ബന്ധവുമില്ല. നിങ്ങളുടെ എല്ലാ മക്കളെയും, എത്ര വയസ്സുകാരനാണെങ്കിലും നിങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാം നിങ്ങളുടെ മനസ്സിൽ ധ്യാനിച്ചിട്ട് ഈ മുട്ടുകുത്തി പ്രാർത്ഥിക്കുമ്പോൾ അവനോട് ചേർത്ത് ദൈവത്തിൻ്റെ വചനം അങ്ങ് കെട്ടാൻ പറ. ആ കെട്ടയഞ്ഞു പോയാൽ അവൻ തന്നിഷ്ടക്കാരനാകും. വചനവുമായിട്ട് അവനെ കൂട്ടിക്കെട്ടട്ടെ. വചനത്തിൻ്റെ കെട്ടയഞ്ഞു പോകാതിരിക്കട്ടെ. ന്യായപ്രമാണം അയഞ്ഞു പോയാൽ പിന്നെ ബോധിച്ചതുപോലെ ജീവിക്കും. പിന്നെ ആർക്കും പിടിച്ചാൽ നിൽക്കാൻ കഴിയത്തില്ല. നമുക്ക് നമ്മളെ തന്നെ ഏൽപ്പിക്കാം, മക്കളെ മാത്രമല്ല. എൻ്റെ ദൈവമേ, ഞാനുമായിട്ട് ഈ പുസ്തകത്തിലെ പ്രമാണങ്ങൾ കൂട്ടിക്കെട്ട. ആ കെട്ടൊരിക്കലും അയഞ്ഞു പോകരുത്. ദൈവം കെട്ടിവെക്കണം, അത് അയഞ്ഞു പോകരുത്, അയഞ്ഞു പോകരുത്, അയഞ്ഞു പോകരുത്. നമുക്കൊരു മുറിവുണ്ടായാൽ ആശുപത്രിയിൽ ചെന്ന് ക്ലിനിക്കിൽ നമ്മളെ മുറിവെല്ലാം ക്ലീൻ ചെയ്ത് മരുന്ന് വെച്ചിട്ട് ഡോക്ടറോ നേഴ്സോ മുറുകെ കെട്ടിവിടും. 2 ദിവസം കഴിഞ്ഞ് വീണ്ടും വന്ന് കെട്ടുന്നവരെ അത് അയഞ്ഞു പോകരുത്. അയഞ്ഞാൽ ഈ ലോകത്തിലെ പൊടിയും ഇതെല്ലാം അതിനകത്ത് വീണ്ടും കയറും. നമുക്ക് ദൈവത്തോട് പറയാം, ഞങ്ങളുടെ വചനവുമായിട്ട് കൂട്ടിക്കെട്ടി വെക്കുക കർത്താവേ. പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഹബക്കൂക്ക് പ്രവചനത്തിലേക്ക് ഞങ്ങൾ പ്രവേശിച്ചിരിക്കുമ്പോൾ ഞങ്ങൾ 2-3 കാര്യങ്ങൾ മാത്രം ചിന്തിച്ചുള്ളൂ കർത്താവേ.
എല്ലാവരും അഭിപ്രായം പറയുന്നവരാണ്, എല്ലാവരും ഇതിന് ലൈക്ക് അടിക്കുന്നവരും കമൻറ്റ് പറയുന്നവരുമാണ്. പക്ഷെ ദൈവം മുമ്പിൽ ഇരുന്നു കൊണ്ട് ഞങ്ങളിത് എത്രത്തോളം സഹിക്കേണ്ടി വരും കർത്താവേ എന്ന് ചോദിക്കാൻ പലപ്പോഴും ആരും മെനക്കെടാറില്ല. കർത്താവേ, ദൈവമേ, പ്രവാചകന്മാരോട് പോയി ചോദിക്കും ഞങ്ങൾക്കിത് എത്രത്തോളം എന്ന്. എന്നാൽ ദൈവത്തോട് ചോദിക്കുന്നൊരു പ്രവാചകനെ ഞങ്ങൾ ഈ പുസ്തകത്തിൽ കാണുന്ന നാഥ. ഒറ്റയ്ക്കിരുന്ന് ഈ കാണുന്നത്, ഈ നാട്ടിൽ നടക്കുന്നത്, ഞങ്ങളുടെ കൂട്ടായ്മകളിലും സഭകളിലും ദൈവത്തിൻ്റെ ആളുകളെന്ന് പറഞ്ഞു നടക്കുന്നവരുടെ ജീവിതത്തിലൊക്കെ കാണുന്നത് എത്രത്തോളം എന്ന് ചോദിക്കാൻ കർത്താവേ, ഹബക്കൂക്കിനെ പോലെ ചിലർ എഴുന്നേക്കട്ടെ നാഥ. അതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. അതിലുപരി ഞങ്ങളുടെ ന്യായപ്രമാണം ഞങ്ങളിൽ അയഞ്ഞു പോയാൽ ഞങ്ങൾ വെറും ദുർബലന്മാരും ഞങ്ങൾ യാതൊരു പ്രയോജനമില്ലാത്തവരായി മാറും. ഞങ്ങൾക്ക് വേറെ ഒന്നുമില്ല കർത്താവേ. കൃപയാൽ അങ്ങയുടെ വചനവും ഞങ്ങളുമായിട്ട് ഒരു പിരിയാത്ത ഏഴയടുപ്പമുള്ള തുന്നിച്ചേർത്ത നെയ്തെടുത്തൊരു ബന്ധം ഞങ്ങൾക്കകത്തുണ്ടാക്കി തന്നു. അതുകൊണ്ട് ഞങ്ങൾ കൃപയാൽ ഈ സാത്താന്യ ഭരണ ലോകത്ത് ഞങ്ങളെ നേരോടെ നിർത്തിയത് ഞങ്ങളുടെ വചനമാണ്. കർത്താവിൻ്റെ സന്നിധിയിൽ ഇതെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു, തിരുസന്നിധിയിൽ ഏൽപ്പിക്കുന്നു. തുടർന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണം. ഇന്ന് ഞങ്ങളുടെ കൂടെ മുട്ടുകുത്തിയിരിക്കുന്ന കുടുംബങ്ങൾ, അവരുടെ മക്കൾ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ദിവസം പ്രത്യേകിച്ച് ഈ മാർച്ച് മാസത്തിൽ അവർ ഏതൊക്കെ കാര്യങ്ങൾ ഞങ്ങളുടെ പ്രേക്ഷക കുടുംബങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നു. ഈ നല്ല തിങ്കളാഴ്ച ഏതെങ്കിലും ഗവൺമെൻറ് ഓഫീസുകളിൽ കാര്യങ്ങൾ നടത്താനോ, ഹോസ്പിറ്റൽ ചെക്കപ്പോ, പരീക്ഷകൾ നടക്കുന്നു, കുഞ്ഞുങ്ങളുടെ പരീക്ഷാ ഹാളിലൊക്കെ ഞങ്ങളുടെ പ്രേക്ഷക കുടുംബങ്ങളിലെ മക്കളെ എല്ലാ വിധത്തിലും കരുതണേ കർത്താവേ. നിന്റെ മക്കൾ ഇറങ്ങി തിരിച്ചിരിക്കുന്ന ഒരു കാര്യം പോലും പരാജയപ്പെടല്ലേ. പ്രാർത്ഥിച്ചവരെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നത് കേൾക്കുമാറാകണമേ.